ടൂറിസം വികസനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാലദ്വീപ് സന്ദർശനം വലിയ വാർത്തയായിരുന്നു. ആ വരവ് മാലദ്വീപിന്റെ സൗന്ദര്യം ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. എന്നാൽ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു ഒരൊറ്റ വെല്ലുവിളിയിലൂടെ. പരിണിതഫലം അനുഭവിക്കേണ്ടി വന്നതും മാലദ്വീപിന്റെ സന്തോഷം നഷ്ടപ്പെടാൻ കാരണമായതും ഇത്തരമൊരു വാക്കാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയപ്പോൾ ഇന്ത്യക്കാരിൽ നിന്നും ഇങ്ങനെയൊരു തിരിച്ചടി മാലദ്വീപ് പ്രതീക്ഷിച്ചു കാണില്ല. ഫലമോ ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. 2024 ആദ്യത്തെ 4 മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും മാലദ്വീപിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ 42.2% കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ കുറവ്. ഇന്ത്യക്കെതിരെ മാലദ്വീപ് നടത്തിയ പരാമർശങ്ങൾ ഇന്ത്യക്കാർ അത്ര നിസ്സാരമായിട്ടല്ല കണ്ടതെന്ന് വെളിവാക്കുന്നതാണ് ഈ കണക്കുകൾ. നയതന്ത്ര മേഖലയിലെ പ്രശ്നങ്ങളാണ് വിനോദസഞ്ചാര മേഖലയെയും ബാധിച്ചത്. പരമ്പരാഗതമായി മാലദ്വീപിലേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് ഇന്ത്യയിൽ നിന്നായിരുന്നു. എന്നാൽ ഇന്ത്യക്കെതിരെ മാലദ്വീപ് ഭരണാധികാരി വിവാദ പരാമർശം നടത്തിയതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. 2024 തുടക്കത്തിലായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് മാലദ്വീപിൽ ഉയർന്ന റാങ്കിലുള്ള ചില ഉദ്യോഗസ്ഥന്മാർ സോഷ്യൽ മീഡിയയിൽ മോശം പരാമർശം നടത്തിയത്. തുടർന്ന് ഇന്ത്യ മാലദ്വീപിനെതിരെ ക്യാമ്പയിൻ ആരംഭിച്ചു. വിനോദസഞ്ചാര കാര്യങ്ങൾക്കായി ഇന്ത്യക്കാർ മാലദ്വീപിലേക്ക് പോകരുത് എന്നതായിരുന്നു പ്രധാന ക്യാമ്പയിൻ. 2023 ജനുവരിയിൽ 18,612 ഇന്ത്യൻ വിനോദസഞ്ചാരികളായിരുന്നു മാലദ്വീപിൽ എത്തിയത്. എന്നാൽ 2024 ജനുവരിയിൽ ഇത് 15,003 കുറഞ്ഞു. മാലദ്വീപ് വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ജനുവരി മാസത്തിൽ മാത്രം ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളിൽ 19.4% കുറവാണ് വന്നിരിക്കുന്നത്. തുടർന്നുള്ള മാസങ്ങളിലും വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും ഈ ഇടിവ് തന്നെ തുടർന്നു. 2023 ഫെബ്രുവരിയിൽ 19,497 ഇന്ത്യൻ വിനോദസഞ്ചാരികളായിരുന്നു മാലദ്വീപിൽ എത്തിയതെങ്കിൽ 2024 അത് 11,522 കുറഞ്ഞിട്ടുണ്ട്. 40.9% കുറവ്. മാർച്ചിൽ 54%, ഏപ്രിൽ 55.6% കുറവാണ് സംഭവിച്ചത്. തൽഫലമായി നിലവിൽ മാലദ്വീപിന്റെ ടൂറിസ്റ്റ് മാർക്കറ്റിൽ 6ാം സ്ഥാനത്തേക്ക് ഇന്ത്യ വീണു. ചൈന, റഷ്യ, ഇംഗ്ലണ്ട്, ഇറ്റലി, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളാണ് ഇന്ത്യയെ കടത്തിവെട്ടി മുന്നിലെത്തിയത്. ഇന്ത്യൻ വിനോദസഞ്ചാരികൾ കാര്യമായ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും ഈ വർഷം ഏപ്രിൽ വരെ മാലദ്വീപ് 7,72,651 സഞ്ചാരികളെ സ്വീകരിച്ചു കഴിഞ്ഞു. നിലവിൽ ചൈനയാണ് ഈ ദ്വീപ് രാജ്യത്തിന്റെ ഏറ്റവും ചെറിയ ടൂറിസം മാർക്കറ്റ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് രാജ്യം സഞ്ചാരികളെ ആകർഷിക്കുന്നത് ഇതിന്റെ പ്രകൃതി ഭംഗി കൊണ്ടും മനോഹരമായ കടൽത്തീരങ്ങൾ കൊണ്ടുമാണ്. വെള്ളത്തിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന വില്ലകളും ലോക നിലവാരത്തിലുള്ള റിസോർട്ടുകളും മറ്റൊരു ആകർഷണവുമാണ്. ദക്ഷിണേന്ത്യൻ, അറബ്, ആഫ്രിക്കൻ സംസ്കാരങ്ങളുടെ സ്വാധീനം മാലദ്വീപിന്റെ ഭക്ഷണത്തിലും സംഗീതത്തിലും കലയിലും ദൃശ്യമാണ്. 2023 നവംബറിൽ മുഹമ്മദ് മുയിസ് മാലദ്വീപിന്റെ പ്രസിഡന്റായി എത്തിയതോടെയാണ് ഇന്ത്യയുമായുള്ള നയതന്ത്ര പ്രതിസന്ധി ആരംഭിക്കുന്നത്. ഇന്ത്യയേക്കാൾ ചൈനയുമായി കൂടുതൽ അടുക്കാനായിരുന്നു മുയിസു ശ്രമിച്ചത്. മെയ് 10 മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ സൈനികരെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും മുയിസു ആവശ്യപ്പെട്ടിരുന്നു. 3 വ്യോമതാവളങ്ങളിലായി 88 ഇന്ത്യൻ സൈനികരാണ് മാലദ്വീപിലുള്ളത്. ഇന്ത്യക്കാരായ സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായെങ്കിൽ മാലദ്വീപിലേക്കുള്ള ചൈനീസ് സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനവാണുണ്ടായത്. 2024 മാർച്ചിൽ 13,608 ചൈനീസ് വിനോദസഞ്ചാരികളാണ് മാലദ്വീപിലേക്ക് എത്തിയത്. കഴിഞ്ഞ വർഷം മാർച്ചിനെ അപേക്ഷിച്ച് 78.6% വളർച്ചയാണിത് രേഖപ്പെടുത്തിയത്. നിലവിൽ മാലദ്വീപിലേക്ക് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് ചൈനയിൽ നിന്നാണ്. എന്തായാലും റോഡ് ഷോ നടത്തിയും പ്രചാരണങ്ങൾ നടത്തിയും മാലദ്വീപിൽ പ്രതീക്ഷിച്ച സഞ്ചാരികൾ എത്താത്തത് മാലദ്വീപിനെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം.